ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ് ഊരുതണ്ടലിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദൈറയിലുള്ള നൈഫിലാണ്. നൈഫിലെ രാത്രികാല കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അനിയനെ നാട്ടിലയക്കുന്ന വീഡിയോ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് നൈഫിൽ നടക്കുന്ന നൈറ്റ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇവിടുത്തെ രാത്രികാല കാഴ്ചകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ രണ്ട് തരം ആൾക്കാരുണ്ട്. ശരീരം വിറ്റ് ജീവിക്കുന്നവരും അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞാൻ ഈ ഒരു രാജ്യത്തെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാനോ ഉള്ള വീഡിയോ അല്ല ഇത്. നമ്മളുടെ ഓരോരോ അറിവുകളാണല്ലോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി, നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ രാത്രികാലം ഏതൊരു രാജ്യത്തും നിയമം അതിൻ്റേതായ രീതിയിൽ പോകുന്നുണ്ട്. രണ്ട് നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ഈ ഒരു UAE ഈ ഒരു ദുബായിയെ നമ്മൾ ഒരിക്കലും മോശമായി ചിത്രീകരിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന കാഴ്ചകൾ ഇവിടെ നടക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ മാക്സിമം നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് വീണ്ടും എടുത്തു പറയാണ്, ഇത് എൻ്റെ ആദ്യമത്തെ ഒരു അറിവാണിത്. എൻ്റെ ആദ്യമത്തെ ഒരു ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കും ഒരു മൈൻഡും ഇല്ല. കാരണം ഇപ്പോൾ ഇവിടെ തുണിയില്ലാതെ നടന്നാലും ഇവിടെ ആരും നോക്കത്തില്ല. ഞാൻ ഇപ്പോൾ ഒരു മൊബൈൽ പിടിച്ചിട്ട് ഇങ്ങനെ സെൽഫി പിടിച്ചുകൊണ്ട് നടന്നാലും ഒരു വീഡിയോ പിടിച്ചു നടന്നാലും ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ ഇതൊക്കെ കണ്ട് തഴമ്പിച്ചതാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് ക്യാമറയിൽ അല്ലെങ്കിൽ എടുക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹം കാണും. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. ഒരിക്കലും ഈ ഒരു രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ കണ്ണിൽ കണ്ട കാഴ്ചകൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളങ്ങനെ അൾട്രാസ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ബെന്യാസിലേക്ക് മെട്രോ കയറി ഇറങ്ങി. സത്യം പറഞ്ഞാൽ വഴിയൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കിടന്ന് കറങ്ങി. കുറച്ച് നടക്കേണ്ട ഒരു ദൂരത്തിൽ നമ്മൾ മെട്രോ എല്ലാം കയറി വന്നു. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ നടന്ന് എത്താൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ ഈ ഒരു നൈഫ് ഭാഗത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. സ്വദേശികളെക്കാളും കൂടുതലും വിദേശികളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ നല്ല സജീവമാണ്. കടകളിലൊക്കെ അത്യാവശ്യം ആളുകളും പേരുകളൊക്കെ ഉണ്ട്. ഒരാൾ ക്രോസ് ചെയ്യാൻ നിന്നപ്പം വണ്ടി വരുന്ന കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു കാഴ്ചയാണ്, രസകരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞാൻ ദിശ ഏതാ ദിക്ക് ഏതാ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലഞ്ഞു. ആദ്യമായി വരുമ്പോഴെല്ലാം നമുക്കിങ്ങനെ പറ്റലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. ഇപ്പം നിങ്ങൾ കാണുന്നത് നൈഫ് പോലീസ് സ്റ്റേഷനാണ്. അതിന് മുമ്പിലൊരു നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്. അവിടെ ഞാൻ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്.
അങ്ങനെ ഗൈസ് നടന്ന് വട്ടം തിരിഞ്ഞ് ഞാൻ വീണ്ടും ബന്യാ സ്ക്വയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പേടിയായിരുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പല വീഡിയോ ഞാൻ എടുക്കാതെ മൊബൈൽ താത്തു വെച്ചു. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്ക്രാച്ച് ആൻഡ് വിൻ പരിപാടി. ഇവിടെ മുക്കിലും മൂലയിലും ഒക്കെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇത് 5 ദിർഹത്തിന് സ്ക്രാച്ച് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചൊരു പ്രൈസ് കിട്ടും. ഇത് പൈസ പോകുന്നൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് കിട്ടിയാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും. ചുരണ്ടി പൈസയും തീരും. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയി ഇരിക്കുകയാണ്. നമ്മൾ തപ്പി നടന്ന സംഭവം എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെയാണെന്ന്. അങ്ങനെ കുറച്ച് നേരം ഞാനിവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട്, അവിടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വന്നിട്ട് നമ്മൾ ക്ഷീണിച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുറേ പേര് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു വൈബാണ്. കണ്ടല്ലേ? ഇപ്പോൾ ഇരിക്കുന്നത് ബന്യാ സ്ക്വയറിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാണുന്നതാണ്, ആ ദൂരെ കാണുന്നതാണ് ബന്യാ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. റോഡുകളൊക്കെ ഫുള്ളാണ്. പലരും അവരുടേതായ ജോലി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. ആർക്കും ആരെയും ശ്രദ്ധിക്കാനുള്ള ഒരു സമയം പോലും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ എന്തോ ഒരു ബഹളം കേൾക്കുന്നത് കണ്ടിട്ട് ഓടിപ്പോയതാണ്. പിന്നെ വഴക്ക് കേട്ടാൽ നമുക്ക് ഭാഷകളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. വഴക്കാണെന്നോ അടിയാണെന്നോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവിടെ എന്തോ തർക്കമാണ് നടക്കുന്നത്. ഫ്രണ്ടിലിരുന്ന ആൾ പുറകിൽ എണീറ്റ് വന്നു, പുറകിലിരുന്ന ആൾ ഫ്രണ്ടിലും വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടന്നു. ആ സമയത്ത് ഒരു പാകിസ്ഥാനി എന്നോട് പറഞ്ഞു, ബായ് വീഡിയോ ഒന്നും എടുക്കരുത്, പ്രശ്നമാകുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നമ്മൾ ഇരുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഗൈസ്, ഞാനിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2 പേര് ഇവിടെ വന്നിരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഒരു പാകിസ്ഥാനി പോലെ തോന്നുന്ന ഒരാൾ വന്നിട്ട് അവരോടെന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരുമായിട്ട് എന്തെല്ലോ സംസാരിക്കുന്നത് കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പം അവരെ കൂട്ടിയിട്ട് അയാൾ പോകുന്നതും കണ്ടു. ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇവിടെ രാത്രിയുടെ മറവിൽ നടക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ആരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ അതിനുള്ള ഒരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ആരും ശ്രദ്ധിക്കുന്ന ആ ഒരു രീതിയൊന്നുമില്ല. തോന്നിയ പോലെ നടക്കാം. അപ്പോൾ ഇതിപ്പം എന്താ പറയുക, ഇതൊക്കെ അവരുടെ ഇതിപ്പം അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഇങ്ങനെ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ എന്താ പറയുക 100-ൽ 20-30%. ഇതൊക്കെയാണ് നമ്മുടെ ഈ രാത്രികാല ബന്യാസിലെ കാഴ്ചകൾ. എന്ന് വെച്ചാൽ ആദ്യമത്തെ രാത്രി എനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ ഇതിപ്പം പിറ്റത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഇതിപ്പം നിങ്ങളെ കാണിച്ചത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ ഇവിടെ വന്നിരുന്നാൽ മതി. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും ആളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏജൻറ്റുമാരുണ്ട്, നമ്മുടെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ കൂടുതലും ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക, വെറുതെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരുത്താതിരിക്കുക. ദുബായ് കാണാൻ വരിക, കണ്ടിട്ട് പോവുക. നമ്മളിതിൻ്റെ പുറകെ പോകാനോ അതിനൊന്നും നിൽക്കരുത്. ഞാൻ പിന്നെ ഈ രാത്രികാല കാഴ്ചകൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു. റെഡ് സ്ട്രീറ്റ്, അങ്ങനെ ഇതിന് ഒരു പ്രത്യേക റെഡ് സ്ട്രീറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓപ്പണായിട്ട് എവിടെയും നടക്കുന്ന കാര്യങ്ങളാണ്. റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് ദുബായിലില്ല. അതൊന്ന് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ രണ്ടാമത്തെ രാത്രി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിന് ഒരു രീതിയിൽ ഞാൻ മോശമായി ചിത്രീകരിക്കാനല്ല വീഡിയോ. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ചിത്രീകരിക്കുമ്പോൾ ഇതതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.